ഒരു യാത്ര കണ്ടോ. ഇത് നാടൻ മലയാളികളെ നട്ടലിൻ്റെ പവർ കുറച്ച ഒരു വസ്തു. ലോകത്തിൻ്റെ തറയെ കൂടുന്ന വസ്തു റബ്ബർ പോലൊരു വഴിയത് കണ്ടോ. ഈ വഴിയുടെ കൂടെ ഒളിച്ചും പാതും പോകണം ഒരു വഴിയാണ്. ഈ വഴി എന്ന് ഇരുന്നത് ദാഹജലം ചെടി കണ്ടോ. സ്നേഹിച്ച് സ്നേഹിച്ച് കൊതി തീരും മുമ്പേ എന്നെ തനിച്ചാക്കി അകന്നിടുമോ എന്ന് പറഞ്ഞതുപോലെ ഈ താമസിക്കുക നമ്മളെ വിട്ട് പുരിയും. ഇതൊരു പുരിയാണ്. വെള്ളം കെട്ടുതാണ്ട് ഈ കാണുന്ന പാലം 1994 അങ്ങനെ ഉണ്ട്. അപ്പോൾ 1994 ഈ കാണുന്ന പാലം മുട്ടി ഒഴുകിയതാ. അന്നാണ് ഏറ്റവും വലിയ വെള്ളം വന്നത്. അപ്പോൾ എനിക്കന്ന് 2-3 വയസ്സ് കണ്ടേ ഉള്ളൂ കണ്ടോ. ഇപ്പം ചാറ്റി വെള്ളമൊന്നുമില്ല, നല്ല ഇതാണ്. പോയിട്ട് ഇപ്പോഴത്തെ ഞാൻ എൻ്റെ പഴയ വീഡിയോ കണ്ടാൽ മതി. അത് വീഡിയോ ഇട്ടിട്ടുണ്ട്. സൗഹൃദ സ്നേഹമാവാം മതിൽ വേണമെന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു ആറ് വന്ന് ചേർന്നുണ്ട്. അതായത് അഞ്ചൽ കിഴക്കന്മാരിയുടെ അഞ്ചലോട്ട് വരുമ്പോഴത്തേനും ആ കൊച്ചു വട്ടം പാലം എന്ന് പറയുമ്പോൾ പാലം പുതിയതായിട്ട് പണിഞ്ഞ ആ പാലം മുട്ടിയായിട്ട് വരുന്നത്. ഇനി ഈ ഇരിക്കുന്നത് ഞാൻ അറിയാമല്ലോ, പണ്ട് കാലത്തല്ല ശ്രീകൃഷ്ണൻ്റെ കുടുംബക്കാരെ ഉണ്ടാക്കിയല്ലോ. വല്ലവനെ പുല്ല് ആയതെങ്കിൽ പുല്ല് കുറച്ച് അവർ അടിച്ച് പപ്പടമാക്കിയത്. മുണ്ടെല്ലാം കീറി പോയി കേട്ടോ. ഇവിടെ മൊത്തം തുടലേക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതാണ് പാലം കണ്ടോ. അപ്പോൾ ഈ പാലത്തിൻ്റെ സ്റ്റാമിന എന്ന് പറഞ്ഞാൽ നിൽക്കുന്നില്ല ആലാണ്. ഈ ആലാണ് ഈ പാലത്തിന് നടുത്തുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് സൂപ്പർ സൈസ് കണ്ടോ. അപ്പോൾ നമ്മളെന്തോ പറഞ്ഞു വന്നത്, എന്തോ പറഞ്ഞാലും ശരി, സർക്കാരിൻ്റെ കുറേ കാര്യങ്ങൾ വെള്ളമില്ല ഒന്നുമില്ല. ഇവിടെ ഒരു വണ്ട കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ തുണിയൊക്കെ ബാക്കി കഴിഞ്ഞാൽ വലിയ കാര്യമുണ്ട്. ഇഷ്ടംപോലെ മോട്ടർ ഈ സ്ഥലത്ത് അങ്ങോട്ട് പോകുന്ന വഴിയിലിട്ടുണ്ട്. വഴിയെ അതൊക്കെ മനസ്സിലാക്കി തന്നെയായിരിക്കും. മനസ്സിലായോ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കും. ലൈക്ക് ചെയ്യണം, അല്ലെങ്കിൽ മനസ്സിലാക്കും. ഷെയർ ചെയ്യണം, മനസ്സിലാക്കും. എന്തുകൊണ്ടാണ് ഇന്നലെ നാളെ ഈ ഫോണെല്ലാം മല്ലായി പോകും. നമ്മൾ മരിച്ചു പോകും. അപ്പോൾ നമ്മൾ ഉള്ളത് എല്ലാവരും സ്നേഹത്തോടെ അങ്ങോട്ട് കൂടെ നിൽക്കുക. അപ്പോൾ ഓക്കെ. എസ് കെ കേരള ഇന്ത്യ.